മിസ്റ്റർ വി ഡി സതീശൻ, നിങ്ങളെ കുറിച്ച് നമ്മുടെ ജൻസി കുട്ടികൾ പറയുന്നത് നിങ്ങൾ പൂക്കി മുന്ദ്ര മുഖ്യമന്ത്രിയാണ്, അല്ല നിങ്ങളൊരു പോക്കിരി മുഖ്യമന്ത്രിയാണ്, രാജ്യദ്രോഹിയായ പോക്കിരിയാണ് എന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. രാജ്യത്തെമ്പാടും ദേശീയ ഗീതത്തിന് എതിരെ കോൺഗ്രസും ജിഹാദികളും ഉയർത്തിയ വെല്ലുവിളിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇത്തരം വന്ദേ മാതര സദസ്സ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യമായി സ്വാതന്ത്ര്യത്തിന്റെ 80ാം വാർഷിക ദിനത്തോടനുബന്ധിച്ച് ചെങ്കോട്ടയിൽ ഈ തവണ സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങൾ ആരംഭിച്ചത് വന്ദേ മാതരം ഗാനം പൂർണ്ണമായി ചൊല്ലിക്കൊണ്ടാണ്. ആ ചടങ്ങിൽ സാക്ഷിയാകാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ദേശസ്നേഹ പ്രചോദിതമായ ആ ദേശീയ ഗീതം നമ്മുടെ രാജ്യത്തെങ്ങും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ഇത്തരം ആഘോഷ പരിപാടികളിൽ പൂർണ്ണമായി ചൊല്ലുകയായിരുന്നു. നമ്മുടെ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി ത്യാഗം ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ആത്മാവുകൾ കോൾമേൽ കൊണ്ടിട്ടുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ രാജ്യത്തിനു വേണ്ടി ത്യാഗം ചെയ്ത സ്വാതന്ത്ര്യ മഹാന്മാരുടെ എല്ലാം അനുഗ്രഹങ്ങൾ സ്വർഗലോകത്ത് നിന്ന് ഈ ഭാരതാംബക്ക് കിട്ടുന്ന ഒരു മുഹൂർത്തമാണ് നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ളത്. പക്ഷെ ദുഃഖകരമായ സംഗതി പറയട്ടെ, അന്നേ ദിവസം കോൺഗ്രസിന്റെ ആസ്ഥാനത്തിൽ വന്ദേ മാതരം ചൊല്ലുമ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യത്തെ സംബന്ധിച്ച് പ്രകാശ് ബാബു ഇവിടെ പറഞ്ഞു. സോണിയാഗാന്ധി അതിനെ തടസ്സപ്പെടുത്തുകയായിരുന്നു. 71-ൽ ദേശീയ ഗാനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് ഉണ്ടാക്കിയ അതേ നിയമം ഇപ്പോൾ 2026 മുതൽ ദേശീയ ഗീതത്തിനും ബാധകമാണ്. അതിന്റെ ഭാഗമായി സോണിയാഗാന്ധി 3 വർഷം ജയിലിൽ കിടക്കുന്ന ഗുരുതരമായ കുറ്റമാണ് ചെയ്തിട്ടുള്ളത്. അവർ പരസ്യമായി വന്ദേ മാതരത്തെ, ആ ദേശീയ ഗീതത്തെ തടസ്സപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രിയപ്പെട്ട സോണിയാഗാന്ധി, നിങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ വിദേശിയായിരുന്നു. നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട കുടുംബത്തിൽ നിന്ന് ഒരാൾ നിങ്ങളെ പ്രണയിച്ചു, നിങ്ങളെ കാമുകിയായി, നിങ്ങളെ ഭാര്യയായി, സഹോദരിയായി, അമ്മയായി, എന്തിനേറെ പറയുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം നിങ്ങളെ ഒരു വലിയ നേതാവായി കൂടി അംഗീകരിച്ച ഒരു പുണ്യഭൂമിയാണ് ഈ മഹാഭാരതം. ഈ ഭാരത മണ്ണിനെയാണ് സോണിയാഗാന്ധി നന്ദിയില്ലാതെ അപമാനിച്ചിട്ടുള്ളത്. ഈ നിന്ന ഭാരതം പൊറുക്കില്ല, ഈ രാജ്യം പൊറുക്കില്ല. അതുപോലെ തന്നെ കേരളത്തിൽ എന്ത് സംഭവിച്ചു? കേരളത്തിൽ വി ഡി സതീശൻ മാത്രം വന്ദേ മാതരം ഗീതം ഒഴിവാക്കിക്കൊണ്ടാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖ്യമന്ത്രിയാണ് ഇയാളെന്ന്, ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ അടിമയാണ് ഇയാൾ എന്ന് തെളിയിച്ചിരിക്കുന്നു. ഈ കഴിഞ്ഞ 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി വന്ദേ മാതരം ചൊല്ലാത്ത ഒരേ ഒരു മുഖ്യമന്ത്രി ഈ വി ഡി സതീശനാണ്. മിസ്റ്റർ വി ഡി സതീശൻ, നിങ്ങളെ കുറിച്ച് നമ്മുടെ ജൻസി കുട്ടികൾ പറയുന്നത് നിങ്ങൾ പൂക്കി മുന്ദ്ര മുഖ്യമന്ത്രിയാണ്, അല്ല നിങ്ങളൊരു പോക്കിരി മുഖ്യമന്ത്രിയാണ്, രാജ്യദ്രോഹിയായ പോക്കിരിയാണ് എന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. വി ഡി സതീശന്റേത് കള്ളച്ചിരിയാണ്, ആത്മാർത്ഥതയില്ലാത്ത ചിരിയാണ്. പല സംഭവങ്ങളും നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗുമാണ് വി ഡി സതീശൻ നിയന്ത്രിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ വന്ദേ മാതരം ഗീതത്തിനുള്ള പ്രാധാന്യം നമുക്കറിയാം.
ബങ്കിം ചന്ദ്രോപാധ്യായ രചിക്കുകയും കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ഈ ഗാനം പൂർണ്ണമായി ആദ്യമായി ആലപിച്ചത് മഹാനായ രവീന്ദ്രനാഥ് ടാഗോർ ആയിരുന്നു. സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിന്റെ സൈന്യത്തിന്റെ പടപ്പാട്ടായി ഈ ഗീതത്തെ കൊണ്ടു നടന്നു. ഖുദീറാം ബോസ് കഴിവരത്തിലേക്ക് നടന്നു പോകുമ്പോൾ ഉറക്കെ പാടി നടന്ന ഗാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അന്തമാനിലെ നമ്മുടെ സ്വാതന്ത്ര്യ സൈനികർ കിടന്ന പോരാളികൾ കിടന്ന ആ ജയിലറ സന്ദർശിച്ചപ്പോൾ അവിടുത്തെ ചരിത്രം, അവിടുത്തെ തടവറയുടെ ചുമരുകൾ പറയുന്നത് വീര സവർക്കർ ഉൾപ്പെടെയുള്ള വീര സേനാനികൾ ഏറ്റവും ഉച്ചത്തിൽ പാടി ബ്രിട്ടീഷുകാരെ കിടുകിടാവിറപ്പിച്ച ഈ ദേശീയ ഗാനത്തെയാണ് സോണിയാഗാന്ധിയും വി ഡി സതീശനും നിന്ദിച്ചിട്ടുള്ളത്. ഈ ഭാരതം നിങ്ങൾക്ക് മാപ്പ് നൽകില്ല. എന്താണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത്? കോൺഗ്രസും അതുപോലെ തന്നെ ചിലരും പ്രസംഗിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട എൻ വി ഗോവിന്ദ മാഷ് അദ്ദേഹവും പറയുന്നത് ഞങ്ങൾ ഇതിന്റെ 2 ചരണങ്ങളെ ചൊല്ലൂ എന്ന്. അത് നന്നായി. നിങ്ങൾ ഇതിന്റെ ഒരു ചരണവും ചൊല്ലിയിട്ടില്ല. പണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഭാഗമായി ഇവിടെ ദേശീയ പതാക ഉയർത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പതാക ഉയർത്താറുണ്ടായിരുന്നതിന് പകരം ദേശീയ ദിനത്തിൽ കരിങ്കൊടി ഉയർത്തിയ പാർട്ടിയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി തൃപ്പയാറിൽ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശീയ പതാകയ്ക്ക് വേണ്ടി പകരം കരിങ്കൊടി ഉയർത്തുമ്പോൾ താഴെ വീണ് മരിച്ച സന്ത്രോത്താണ് അവരുടെ ആദ്യത്തെ രക്തസാക്ഷി. അതാണ് ഗോവിന്ദ മാഷ കാര്യം. അതുകൊണ്ട് ഗോവിന്ദ മാഷ പാർട്ടി ഇതിന്റെ മുഴുവൻ ചരണവും പാടണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. അവർ രാജ്യദ്രോഹികളാണ്. ഗാന്ധി ഇന്ത്യ മാന്തി പുണ്ണാക്കി എന്ന് മുദ്രാവാക്യം വിളിച്ചതാണ്. സ്വാതന്ത്ര്യദിനം കരിദിനമായി കൊണ്ടാടിയവരാണ്. അവരിൽ നിന്ന് ആരും ഇത് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ കോൺഗ്രസ് ഇവിടെ പ്രചരിപ്പിക്കുന്നത് ഇത് മുസ്ലിങ്ങളുടെ വിശ്വാസത്തിനെതിരാണ്. എന്റെ കോൺഗ്രസെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരുപക്ഷെ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഒരുപക്ഷെ ഏറ്റവും വലിയ മുസ്ലിം എന്ന് പറയുന്നത് അബുൽ കലാം ആസാദാണ്. അദ്ദേഹത്തിന് പരിശുദ്ധ ഖുർആൻ ബഹ്യാത്തായിരുന്നു. അദ്ദേഹം ഈ ഗാനത്തിന്റെ ആരാധകനായിരുന്നു. ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ, അദ്ദേഹത്തിന് ഒരു പാട്ടാൻ മുസ്ലിം സൈന്യം തന്നെയുണ്ടായിരുന്നു, ചെറുപ്പക്കാരുടെ സൈന്യം. ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ എല്ലാ വേദികളിലേക്ക്, സ്വാതന്ത്ര്യ സമരത്തിന്റെ എല്ലാ വേദികളിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ചെറുപ്പക്കാർ വന്ദേ മാതരത്തിന്റെ ചരണങ്ങൾ മുഴുവൻ പാടി നടന്നു എന്ന് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ വിഭജനത്തിന് ശേഷം അദ്ദേഹം പാകിസ്ഥാനിലാണെങ്കിലും അദ്ദേഹം പലപ്പോഴും പാകിസ്ഥാനിലെ ജയിലായിരുന്നു. അവസാനം അദ്ദേഹം ആഗ്രഹിച്ചത് എനിക്ക് അന്ത്യം അഫ്ഗാനിസ്ഥാനിലാണെന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ദേശസ്നേഹികളായ മുസ്ലിങ്ങൾ ഈ ഗാനത്തെ അംഗീകരിച്ചു.